ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചൂരക്കറിയാണ്. അതിനാവശ്യമായ സാധനങ്ങളാണ് ഈ കാണുന്നത്. എണ്ണ ഒഴിച്ച് ഈ ഉള്ളിയും ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇത് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് അതിന് ശേഷം ഒരു തക്കാളി കൂടെ അരിഞ്ഞ് ഇട്ടതിന് ശേഷം പുളിവെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. നന്നായിട്ട് കറി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂരക്കഷ്ണങ്ങൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം കറി നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. ഇതാ നമ്മുടെ ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി തിളച്ച് കുറുകി വന്ന ചൂരക്കറി. കായം ചേർക്കാൻ മറക്കല്ലേ ഗായ്സ്. നമ്മുടെ ചോറ് റെഡിയാണ്. നല്ല അടിപൊളി ചൂരക്കറിയാണ്. ചൂരക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയുക, നമ്മൾ ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും.